ഏവർക്കും സ്വാഗതം. ഞാൻ അൻസർ സൂഫി. ഇന്ന് ഞാനിതവിടെ ഒരു വാട്ടർ കളറിൻ്റെ പോർട്രേറ്റ് ചെയ്യാണ്. അതിന് ഉപയോഗിച്ചിട്ടുള്ളത് ക്യാൻസറിൻ്റെ പേപ്പറാണ്. പിന്നെ വാട്ടർ കളർ മിഷൻ ഗോൾഡ് തന്നെയാണ്. അപ്പോൾ ബ്രഷൊക്കെ സാധാരണ ബ്രഷുകളൊക്കെ തന്നെ. പിന്നെ ഇതിൽ ഫസ്റ്റത്തെ വീഡിയോ കുറച്ച് മങ്ങിച്ചിട്ടുണ്ട്, ലൈറ്റ് കുറവുണ്ട്. അപ്പോൾ അത് ഉടനെ ശരിയാവും. പിന്നെ ഈ സ്കെച്ചിൽ ഇപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ടോണായിട്ട് ഓറഞ്ച് തന്നെയാണ് ചെയ്യുന്നത്. അതായത് റെഡ് പ്ലസ് യെല്ലോ. റെഡ് സ്കാർലറ്റ് ലാക്കാണ്, യെല്ലോ ഗാംബോജിയോ ആണ് എടുത്തത്. അപ്പോൾ സ്കിന്നിൻ്റെ ടോണ് എവിടെയൊക്കെ വരുന്നത് വെച്ചാൽ അതൊക്കെ ഒന്ന് ഫസ്റ്റിൽ വാഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോർട്രേറ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സ്കെച്ചാണ് ആദ്യം ടൈം എടുത്ത് ചെയ്യേണ്ടത്. സ്കെച്ച് ഗ്രാഫ് ഇട്ടിട്ടോ മറ്റെന്തെങ്കിലും രീതിയിലോ സ്കെച്ച് കറക്റ്റാക്കണം. ഞാനതിവിടെ ഗ്രാഫ് ഇട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഒന്ന് ഷാർപ്പ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കെച്ചിന് നല്ലൊരു ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഓറഞ്ചിൽ സെക്കൻഡ് ടോണ് ഞാൻ കുറച്ച് ഓറഞ്ച് തന്നെയാണ് രണ്ടാമതും വെച്ചിട്ടുള്ളത്. അല്പം റെഡ് അധികം കൂട്ടും മാത്രം. അപ്പോൾ കാര്യമായിട്ട് ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രം ടോണ് വെച്ച് പോയിട്ട് പിന്നീട് ഫില്ലാക്കി ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് വെച്ച് നമ്മൾ ഡാർക്കിലേക്ക് വരികയാണ് വാട്ടർ കളറിൻ്റെ മെത്തേഡ്. പിന്നെ ഇതിൽ താടി രോമം ഒക്കെ നിരയുണ്ട് അവിടെ ഇവിടെയൊക്കെ, മുടിയൊക്കെ. അപ്പോൾ അതൊന്നും നമ്മൾ വൈറ്റ് യൂസ് ചെയ്യാതെ തന്നെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് വാട്ടർ കളറിൽ എപ്പോഴും ഉണ്ടാവും. ബ്ലാക്കും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഡാർക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഓറഞ്ചിൽ കുറച്ച് ബ്ലൂ ഒക്കെയാണ് നമ്മൾ ഡാർക്കിലേക്ക് ചേർത്തുക. കുറച്ച് ബ്ലൂവിൻ്റെ അംശം റെഡിൻ്റെ അംശം കൂടി വരും. ടോണിൻ്റെ ഡെപ്ത്ത് കൂടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരുമ്പോൾ ഞാനിവിടെ സാപ്പ് ഗ്രീനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിൻ കളറിൻ്റെ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം സാപ്പ് ഗ്രീന് തേർഡ് ടോണിലേക്കൊക്കെ അല്പം സാപ്പ് ഗ്രീനൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്കിൻ്റെ എഫക്റ്റിന് ബ്ലൂവിൽ അല്പം ക്രിംസൺ റെഡാണ് ചേർത്തത്. ക്രിംസൺ റെഡ് ശരിക്ക് പ്രൈമറി കളറിൽ പെടാത്തൊരു കളറാണ്. അപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്യണം. നല്ല ഡെപ്ത് ആയിരിക്കും, ഡാർക്കായിരിക്കും. അപ്പോൾ ബ്ലാക്ക് വരുന്ന ഭാഗങ്ങളിലൊക്കെ ക്രിംസൺ റെഡ് പ്ലസ് പ്രഷ്യൻ ബ്ലൂ ആണ് നല്ലത്. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കുറച്ച് വെറിഡിയൻ ഗ്രീനും കൂടെ ചേർത്താൽ നന്നാവും. അപ്പോൾ അതിൻ്റെ നല്ല ഡെപ്ത്ത് വരും. പ്രഷ്യൻ ബ്ലൂ പിന്നെ പ്രൈമറി കളറിൽ പെട്ട ഒരു കളർ തന്നെയാണ്. ഗാംബോജിയോ അല്ലെങ്കിൽ ക്രോം യെല്ലോ അതാണ് ഇവിടെ ഉപയോഗിച്ചത്. അതാണ് പ്രൈമറി കളറിലെ യെല്ലോയുടെ പേര്. അപ്പോൾ ബ്ലൂ, യെല്ലോ, റെഡ് എന്ന് പറയുമ്പോൾ സ്കാർലറ്റ് ലാക്ക്, പ്രഷ്യൻ ബ്ലൂ, ക്രോം യെല്ലോ, ഗാംബോജിയോ എന്ന് പറയും. പിന്നെ റെഡിൽ വെർമിലിയൻ റെഡ് എന്നും പറയാറുണ്ട്. ചിലയിലൊക്കെ അങ്ങനെയും കാണും. പിന്നെ ഇപ്പോൾ പുതിയ വിദേശ കമ്പനികളിലൊക്കെ പല പേരുകളാണ്. അപ്പോൾ കോമൺ ആയിട്ട് ഈ 3 നിറങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ടോണിൽ അല്പം സാപ്പ് ഗ്രീന് മിക്സ് ചെയ്തിട്ടാണ് ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലൈറ്റൊക്കെ ഒഴിച്ചു വിട്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്പം വലിയ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് ഏരിയ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ ഏരിയ ഉണ്ടെങ്കിൽ വലിയ ബ്രഷ് ഉപയോഗിക്കാം. ചെറിയ ബ്രഷ് ഉപയോഗിക്കേണ്ടടുത്ത് ചെറിയ ബ്രഷ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ
സൂചിക്ക് സൂചിയും തൂമ്പക്ക് തൂമ്പയും ഉപയോഗിക്കുക, അങ്ങനത്തെ സ്ഥലം കണ്ടിട്ട്. അപ്പോൾ വെറും ചെറിയ ബ്രഷ് കൊണ്ടാണല്ലോ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നവരോട് പറയാണ്, ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം വലിയ ബ്രഷ് ഉപയോഗിക്കുക, ചെറിയ ബ്രഷ് ഉപയോഗിക്കേണ്ട സ്ഥലം ചെറിയ ബ്രഷ് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പോർട്രേറ്റൊക്കെ കുറച്ച് ഷാർപ്പായിട്ട് ചെയ്യുന്നുണ്ട് ബ്രഷ് വളരെ കെയർ ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ താടിയുടെ അവിടെയൊക്കെ കുറച്ച് ഡാർക്കാണ് സ്കിന്നിൻ്റെ ടോണ് വരുന്നത്. അപ്പോൾ അതിലൊക്കെ റെഡിൻ്റെ അംശമൊക്കെ കൂട്ടിയിട്ടുണ്ട്, കുറച്ച് ക്രിംസണൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ സാബ് ഗ്രീൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഹൈ ഡാർക്കിലേക്കാണ് ക്രിംസൺ റെഡൊക്കെ ഞാൻ ആഡ് ചെയ്ത് ബ്ലൂവിൻ്റെ അംശമൊക്കെ കണ്ട് കൂട്ടി കൊടുത്തു. വാട്ടർ കളറിൽ ഒരു ടോണ് ഉണങ്ങാതെ മറ്റൊരു ടോൺ വെക്കാറില്ല, അടുത്ത ടോൺ ഞാൻ ഉണങ്ങി സെറ്റായതിൻ്റെ ശേഷം അടുത്ത ടോൺ വെക്കാറ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻസി കൂടുകയും ചെയ്യും, കുറച്ച് ബ്രൈറ്റും കൂടും. ഉണങ്ങാതെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഒരു മങ്ങിച്ച ഒരു ഫെയ്ഡായി വരുന്ന ഒരു സംഭവം കാണാറുണ്ട്, എല്ലാത്തിലും ഇല്ല. അപ്പോൾ കുറച്ചൊന്ന് ഉണങ്ങിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം പോകും. നമ്മൾ ഡീറ്റെയിൽ ഇമേജിൽ അതത്ര വ്യക്തമായിട്ട് കാണില്ലെങ്കിലും നേരിട്ട് നോക്കുമ്പോൾ അത് ശരിക്കും കാണാം, ഒരു ചെറിയ മങ്ങീച്ച ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി. ഷർട്ടിന് ഞാൻ പ്രഷ്യൻ ബ്ലൂ പ്ലസ് ക്രിംസൺ റെഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടോൺ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് പിന്നെ അത്ര പറയാനൊന്നുമില്ല. ഫസ്റ്റ് ടോൺ അടിച്ച് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് സെക്കൻഡിൽ കുറച്ചും കൂടെ ബ്ലൂ ഒക്കെ ആഡ് ചെയ്തിട്ട് സെക്കൻഡ് ഷെയ്ഡ് മാർക്ക് ചെയ്യും. പിന്നെ അതിൽ ക്രിംസൺ റെഡ് കയറ്റും രണ്ടാമത്തെ ഒന്നും കൂടെ ഡെപ്ത് കൂടുമ്പോൾ. പിന്നെ അതിൽ കുറച്ച് വിറിഡൻ ഗ്രീൻ, ക്രിംസൺ റെഡ്, പ്രഷ്യൻ ബ്ലൂ ഒക്കെ വരുമ്പോൾ നല്ല ഹൈ ഡാർക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാം. ഓക്കെ.